നമസ്കാരം. ആദ്യ വാർത്ത ആരംഭിക്കുന്നു. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ കന്യാസ്ത്രീയെ പീഡിപ്പിച്ച കേസിൽ കുറ്റപത്രം ഇന്ന് കോടതിയിൽ. ബലാത്സംഗവും പ്രകൃതിവിരുദ്ധ പീഡനവും ഉൾപ്പെടെ 5 വകുപ്പുകൾ ചുമത്തിയാണ് കുറ്റപത്രം. കുറ്റം തെളിഞ്ഞാൽ ജീവപര്യന്തം ശിക്ഷ വരെ ലഭിക്കാം. കേസിൽ കർദിനാൾ ജോർജ് ആലഞ്ചേരി ഉൾപ്പെടെ 83 സാക്ഷികളുണ്ട്. ഏറെ വിവാദങ്ങൾക്കൊടുവിലാണ് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ പ്രതിയായ കേസിലെ കുറ്റപത്രം തയ്യാറായത്. ബലാത്സംഗം, പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനം, അധികാര ദുർവിനിയോഗം നടത്തിയുള്ള ലൈംഗിക പീഡനം, അന്യായമായി തടഞ്ഞുവെക്കൽ, ഭീഷണി, സ്വാധീനം ഉപയോഗിച്ച് തുടർച്ചയായ ബലാത്സംഗം എന്നിവയാണ് കുറ്റങ്ങൾ. ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ ചുമത്തിയിരിക്കുന്നത്. കർദിനാൾ ജോർജ് ആലഞ്ചേരി, പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട്, ഭഗൽപൂർ ബിഷപ്പ് കുര്യൻ വല്ലികണ്ഠത്തിൽ, ഉജ്ജയിൻ ബിഷപ്പ് സെബാസ്റ്റ്യൻ വടക്കൽ എന്നിവർ അടക്കം 83 സാക്ഷികളാണുള്ളത്. പ്രധാനപ്പെട്ട 10 സാക്ഷികളുടെ മൊഴികൾ മജിസ്ട്രേറ്റുമാർ രേഖപ്പെടുത്തി. ഇത് രേഖപ്പെടുത്തിയ 7 മജിസ്ട്രേറ്റുമാരും സാക്ഷികളാണ്. കുറ്റപത്രത്തോടൊപ്പം 101 രേഖകളും പ്രതിക്കെതിരായ തെളിവുകളും ഹാജരാക്കും. IG വിജയ് സാഖറെ, കോട്ടയം SP ഹരിശങ്കർ, വൈക്കം DYSP K സുഭാഷ് എന്നിവരാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകിയത്. അഡ്വക്കേറ്റ് ജിതേഷ് ജെ ബാബുവാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ. പാലാ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത്. ജി ശ്രീജിത്ത്, ന്യൂസ് 18, കോട്ടയം. സിസ്റ്റർ അഭയ വധക്കേസിലെ പ്രതികൾക്കെതിരെ CBI കോടതി വിചാരണ നടത്തണോ എന്ന കാര്യത്തിൽ ഇന്ന് ഹൈക്കോടതി വിധി പറയും. 1ാം പ്രതി ഫാദർ തോമസ് കോട്ടൂർ, 3ാം പ്രതി സിസ്റ്റർ സെഫി എന്നിവരെ വിചാരണ നടത്താൻ CBI കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു. ഉത്തരവിനെതിരെ ഈ 2 പ്രതികളും ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. 2ാം പ്രതി ഫാദർ ജോസ് പ്രതിർക്കലിനെ വിചാരണ കൂടാതെ വെറുതെ വിട്ട CBI കോടതി വിധിക്കെതിരെ സാമൂഹ്യ പ്രവർത്തകനായ ജോമോൻ പുത്തൻപുരയ്ക്കൽ ഹൈക്കോടതിയിൽ നൽകിയ അപ്പീലിലും ഇന്ന് വിധി വരും. കേസിലെ തെളിവ് നശിപ്പിച്ചതിനും ഗൂഢാലോചന നടത്തിയതിനും ക്രൈംബ്രാഞ്ച് SP ആയിരുന്ന KT മൈക്കിളിനെ 4ാം പ്രതിയാക്കിയ CBI കോടതി ഉത്തരവിനെതിരെ പ്രതി മൈക്കിൾ നൽകിയ അപ്പീലും ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. നടിയെ ആക്രമിച്ച കേസിൽ കുറ്റം ചുമത്തുന്നത് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ദിലീപ് നൽകിയ അപേക്ഷ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. കുറ്റം ചുമത്താനായി കേസ് ബുധനാഴ്ച വിചാരണ കോടതി പരിഗണിക്കുന്ന സാഹചര്യത്തിലാണ് ദിലീപിന്റെ അപേക്ഷ. കേസിൽ മെമ്മറി കാർഡിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടുള്ള ദിലീപിന്റെ ഹർജി സുപ്രീംകോടതിയുടെ പരിഗണനയിലാണ്. അതിൽ തീരുമാനമാകും വരെ കുറ്റം ചുമത്താൻ പാടില്ല എന്നാണ് ദിലീപിന്റെ വാദം. മലപ്പുറം കാളികാവിൽ വീട്ടുകാരുടെ പരിചരണം കിട്ടാതെ ദുരിതത്തിലായ 3.5 വയസ്സുകാരിയെ ശിശു സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി. കുട്ടിയെ വീട്ടിലുള്ളവർ ശാരീരികമായി ഉപദ്രവിച്ചിരുന്നു. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ചൈൽഡ് ലൈൻ ഇടപെട്ടാണ് കുട്ടിയെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. കൊടും ദുരിതമാണ് 3.5 വയസ്സുകാരി വീട്ടിൽ അനുഭവിച്ചിരുന്നതെന്ന് ആദ്യം കാണുമ്പോൾ തന്നെ വ്യക്തമാകും. 6 മാസം പ്രായമായ കുട്ടിയുടെ ശാരീരിക വളർച്ച പോലുമില്ല. ദേഹം മുഴുവൻ മുറിവേറ്റതിന്റെ അടയാളങ്ങളുണ്ട്. എല്ലും തോലുമായിരിക്കുന്നു കുട്ടി. കുഞ്ഞിന്റെ അമ്മ 2 വിവാഹം കഴിച്ചിട്ടുണ്ട്. 2 ഭർത്താക്കന്മാരും ഇപ്പോൾ കൂടെയില്ല. 2 വിവാഹങ്ങളിലായി 4 മക്കൾ. അതിൽ ഈ കുട്ടിയോട് മാത്രമാണ് അവഗണന. കുട്ടിയെ അമ്മയുടെ അമ്മ ഉപദ്രവിക്കാറുണ്ടെന്നാണ് അയൽവാസിയുടെ പരാതി. നാട്ടുകാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ചൈൽഡ് ലൈൻ പ്രവർത്തകർ ഇവരുടെ വീട്ടിലെത്തിയത്. എല്ലാ കുട്ടികളെയും വിവിധ സംരക്ഷണ കേന്ദ്രങ്ങളിലേക്കും കുട്ടിയുടെ അമ്മയെ മഹിളാ മന്ദിരത്തിലേക്കും മാറ്റി. കുട്ടിയുടെ ഭക്ഷണമോ അതല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഒരു കെയറോ കിട്ടുന്നില്ല. കുട്ടിയുടെ ശരീരമാസകലം പാടും, അതുപോലെ തന്നെ കുട്ടിയുടെ കാലിന് വളവൊക്കെ ഉണ്ട്. കാൽഷ്യത്തിൻ്റെ കുറവ് കാരണം നമ്മൾ കുട്ടിയെ താൽക്കാലികമായിട്ട് ഈ 3 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയെ നമ്മൾ ശിശുപരിപാലന കേന്ദ്രത്തോട്ടും അതുപോലെ കുട്ടികളുടെ കൂടെ ഉണ്ടായിരുന്ന അവരുടെ അമ്മ അതുപോലെ തന്നെ അവരുടെ മറ്റ് 3 കുട്ടികളെയും ഈ സംരക്ഷണ കേന്ദ്രത്തിലോട്ട് മാറ്റാൻ ഓർഡർ ഇട്ടിട്ടുള്ളതാണ്. 9 വയസ്സുണ്ട് ഈ വീട്ടിലെ മൂത്ത കുട്ടിക്ക്. പക്ഷേ കുട്ടിയെ ഇതുവരെ സ്കൂളിൽ വിടുകയോ പ്രാഥമിക വിദ്യാഭ്യാസം കൊടുക്കുകയോ ചെയ്തിട്ടില്ല. നടന്ന സംഭവങ്ങളിൽ അന്വേഷണം നടത്തിയ ശേഷമാകും തുടർ നിയമ നടപടികൾ കൈക്കൊള്ളുക. ന്യൂസ് 18, മലപ്പുറം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 1ാം ഘട്ട പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. 18 സംസ്ഥാനങ്ങളിലെ 91 മണ്ഡലങ്ങളിലാണ് മറ്റന്നാൾ വോട്ടെടുപ്പ്. 3 സംസ്ഥാന നിയമസഭകളിലേക്കുള്ള പരസ്യ പ്രചാരണവും ഇന്ന് അവസാനിക്കും. 18 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 91 മണ്ഡലങ്ങളിലെ പരസ്യപ്രചാരണത്തിന് ഇന്ന് തിരശ്ശീല വീഴും. ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിലെ മുഴുവൻ ലോക്സഭാ സീറ്റുകളിലും വ്യാഴാഴ്ചയാണ് വോട്ടെടുപ്പ്. അസം ഒഴികെയുള്ള വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ മുഴുവൻ മണ്ഡലങ്ങളിലും വ്യാഴാഴ്ച വോട്ടെടുപ്പ് നടക്കും. 3 സംസ്ഥാനങ്ങളിലെ നിയമസഭകളിലേക്കുള്ള പരസ്യപ്രചാരണവും ഇന്ന് അവസാനിക്കും. ആന്ധ്രാപ്രദേശ്, അരുണാചൽ, സിക്കിം സംസ്ഥാനങ്ങളിലെ മുഴുവൻ നിയമസഭാ സീറ്റുകളിലും മറ്റന്നാൾ വോട്ടെടുപ്പ് നടക്കും. ഒഡീഷയിൽ ആദ്യഘട്ട വോട്ടെടുപ്പും വ്യാഴാഴ്ച നടക്കും. നാഗ്പൂരിൽ ജനവിധി തേടുന്ന കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് BJP വിട്ട് കോൺഗ്രസിലെത്തിയ നാനാ പത്തോൾ കടുത്ത വെല്ലുവിളി ഉയർത്തുന്നുണ്ട്.
മുൻ കരസേനാ മേധാവിയും കേന്ദ്രമന്ത്രിയുമായ VK സിംഗ്, സഹമന്ത്രി കിരൺ റിജിജു, സഞ്ജീവ് ബല്യാൺ, അജിത് സിംഗ് തുടങ്ങിയവരും ഒന്നാം ഘട്ടത്തിൽ മത്സര രംഗത്തുള്ള പ്രമുഖരാണ്. 7 ഘട്ടങ്ങളിലായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ മെയ് 23-നാണ്. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവചരിത്ര സിനിമ റിലീസ് തടയണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. റിലീസിന് സ്റ്റേ ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് അമൻ പൻവാർ, റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവ് സതീഷ് ഗേക്വാദ് എന്നിവരാണ് ഹർജി നൽകിയത്. ഇന്നലെ ഹർജി പരിഗണിച്ചുവെങ്കിലും സിനിമയെ എതിർക്കാനുള്ള കാരണങ്ങൾ അറിയിക്കാൻ ഹർജിക്കാർക്ക് നിർദ്ദേശം നൽകി ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. സിനിമയുടെ പകർപ്പ് വേണമെന്ന ഹർജിക്കാരുടെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. റിലീസ് തടയണമെന്ന ആവശ്യം നേരത്തെ ബോംബെ ഹൈക്കോടതി തള്ളിയിരുന്നു. തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ വിവാദ പ്രസംഗത്തിൽ ഇന്ന് നടപടിയുണ്ടായേക്കും. ഇന്നലെയാണ് സുരേഷ് ഗോപി തൃശൂർ കളക്ടർക്ക് വിശദീകരണം നൽകിയത്. സുരേഷ് ഗോപിയുടെ പ്രസംഗം ചട്ടലംഘനമാണെന്നായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ പ്രാഥമിക വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചിട്ടില്ലെന്നാണ് BJPയുടെയും സുരേഷ് ഗോപിയുടെയും നിലപാട്. ജില്ലാ കളക്ടർ TV അനുപമയ്ക്ക് നൽകിയ വിശദീകരണക്കുറിപ്പിൽ ആരോപണങ്ങൾ സുരേഷ് ഗോപി നിഷേധിച്ചിട്ടുമുണ്ട്. ശബരിമല എന്നത് മത സാമുദായിക ചിഹ്നമല്ല, അയ്യൻ എന്ന പദത്തിന്റെ അർത്ഥം ജ്യേഷ്ഠൻ എന്നാണെന്നുമായിരുന്നു സുരേഷ് ഗോപിയുടെ വിശദീകരണം. ഇതുൾപ്പെടെയുള്ള റിപ്പോർട്ട് ജില്ലാ കളക്ടർ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് കൈമാറും. സുരേഷ് ഗോപിയുടെ പ്രസംഗത്തിൽ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമുണ്ടെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രാഥമിക വിലയിരുത്തൽ. റിപ്പോർട്ട് പരിശോധിച്ച ശേഷം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇന്ന് തന്നെ തീരുമാനമെടുത്തേക്കും. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ദൈവത്തിന്റെ പേരുപയോഗിച്ചതിന് ഇന്നലെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ താക്കീത് ചെയ്തിരുന്നു. സുരേഷ് ഗോപിക്കെതിരെയും സമാന നടപടി ഉണ്ടാകാനാണ് സാധ്യത. സുരേഷ് ഗോപിക്ക് നോട്ടീസ് നൽകിയതിന് ജില്ലാ കളക്ടറെ വിമർശിച്ച BJP നേതാക്കൾക്കെതിരെയും നടപടിയുണ്ടാകും. ന്യൂസ് 18 തിരുവനന്തപുരം. MK രാഘവനെതിരായ കോഴയാരോപണത്തിൽ തുടർ നടപടിയുമായി അന്വേഷണ സംഘം. ഹിന്ദി വാർത്താ ചാനൽ സംഘത്തിൽ നിന്ന് 3 ദിവസത്തിനുള്ളിൽ തെളിവുകൾ ശേഖരിക്കും. അന്വേഷണവുമായി സഹകരിക്കാമെന്ന് ചാനൽ മേധാവി പോലീസിനെ അറിയിച്ചു. കോഴയാരോപണത്തിൽ ഇന്നലെ രാവിലെയാണ് MK രാഘവന്റെ വസതിയിലെത്തി അന്വേഷണ സംഘം മൊഴിയെടുത്തത്. ഇതിന്റെ തുടർ നടപടിയുടെ ഭാഗമായാണ് സംഘം വാർത്ത പുറത്തുകൊണ്ടുവന്ന ചാനൽ സംഘത്തിൽ നിന്നും തെളിവുകൾ ശേഖരിക്കുന്നത്. മൊഴി രേഖപ്പെടുത്തുവാനെത്തിയ അന്വേഷണ സംഘത്തോട് തനിക്കെതിരെ പുറത്തുവന്ന ആരോപണം അടിസ്ഥാനരഹിതവും കെട്ടിച്ചമച്ചതുമാണെന്നാണ് മൊഴി നൽകിയത്. അതിനാൽ പുറത്തുവന്ന വീഡിയോ വ്യാജമാണോ എന്നാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത്. രാഘവന്റെ മൊഴി രേഖപ്പെടുത്തിയ ഇന്നലെ തന്നെ പോലീസ് ചാനൽ മേധാവിയുമായി ബന്ധപ്പെട്ടിരുന്നു. അന്വേഷണവുമായി സഹകരിക്കുമെന്നാണ് അവർ അറിയിച്ചത്. ഈ ആഴ്ച തന്നെ ചാനൽ സംഘത്തിൽ നിന്നും തെളിവ് ശേഖരിക്കുവാനാണ് പോലീസ് നീക്കം. സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18, കോഴിക്കോട്. ഒളിക്യാമറ ഓപ്പറേഷൻ ആരോപണം നേരിടുന്ന കോഴിക്കോട് സ്ഥാനാർത്ഥി MK രാഘവനൊപ്പം ഉറച്ചു നിൽക്കാൻ UDF തീരുമാനം. LDFന്റെ പ്രചാരണ തന്ത്രങ്ങളെ ശക്തമായി പ്രതിരോധിക്കാനും ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ചേർന്ന അടിയന്തര യോഗത്തിൽ തീരുമാനമായി. ഒളിക്യാമറ വിവാദത്തിൽപ്പെട്ട MK രാഘവനൊപ്പം ഉറച്ചു നിൽക്കാനാണ് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ രാത്രിയിൽ ചേർന്ന അടിയന്തര യോഗത്തിലെ തീരുമാനം. CPMന്റെ പ്രചാരണങ്ങളെ ശക്തമായി തന്നെ പ്രതിരോധിക്കും. ഒളിക്യാമറയിൽ രാഘവനെ കുടുക്കിയതിനു പിന്നിൽ CPM ആണെന്നും യോഗം വിലയിരുത്തി. പ്രചാരണം എല്ലാ മേഖലയിലും ഊർജിതമാക്കും. സംഭവം രാഘവന്റെ വിജയസാധ്യതയ്ക്ക് മങ്ങലേൽപ്പിച്ചെന്ന് മുസ്ലിം ലീഗ് വിലയിരുത്തി. എന്നാൽ ഇക്കാര്യത്തിൽ ഉമ്മൻചാണ്ടി പ്രതികരിച്ചില്ല. എല്ലാ മണ്ഡലത്തിലും വിജയം ഉറപ്പിച്ചതായി ഉമ്മൻചാണ്ടി. ഏറ്റവും അധികം കിട്ടാൻ അടുത്ത് കിടക്കുന്ന ഈ വയനാട് നിയോജകമണ്ഡലത്തിന്റെ ഭാഗമായി കിടക്കുന്ന കോഴിക്കോടിനും വടകരയ്ക്കും വളരെ ഗുണകരമാകും എന്നുള്ള വിശേഷമാണ് നടന്നിരിക്കുന്നത്. കോഴിക്കോട് ചേർന്ന യോഗത്തിൽ C. മായിൻ ഹാജി ഉൾപ്പെടെ പ്രമുഖ UDF നേതാക്കൾ പങ്കെടുത്തു. ന്യൂസ് 18, കോഴിക്കോട്. ശ്വാസകോശ രോഗത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന കേരള കോൺഗ്രസ് ചെയർമാൻ KM മാണിയുടെ നില ഗുരുതരമായി തുടരുന്നു. തീവ്രപരിചരണ വിഭാഗത്തിലുള്ള അദ്ദേഹത്തിന് വെന്റിലേറ്റർ സഹായം നൽകുന്നുണ്ട് എന്ന് ഡോക്ടർമാർ അറിയിച്ചു. ശ്വാസകോശ അസുഖത്തെ തുടർന്ന് 1.5 മാസം മുൻപാണ് KM മാണിയെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആരോഗ്യനില മെച്ചപ്പെട്ടതിനെ തുടർന്ന് വീട്ടിലേക്ക് മടങ്ങിയെങ്കിലും ശ്വാസതടസ്സത്തെ തുടർന്ന് വെള്ളിയാഴ്ച പുലർച്ചെ വീണ്ടും ആശുപത്രിയിലാക്കി. ശ്വാസകോശ അണുബാധയുമുണ്ടായിരുന്നു. ഇപ്പോൾ തീവ്രപരിചരണ വിഭാഗത്തിൽ നിരീക്ഷണത്തിലാണ് അദ്ദേഹം. സാറ് ക്രിട്ടിക്കലി ഇല്ല, അതുകൊണ്ട് നമുക്ക് പറയാനൊക്കെയല്ല. ഞാൻ പറഞ്ഞ പോലെ സാർ ഒരു ഫൈറ്ററാണ്.
അതുകൊണ്ട് സാറ് തിരിച്ചു വരുമെന്ന ഞങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ബലം. മുഖ്യമന്ത്രി പിണറായി വിജയൻ KM മാണിയെ സന്ദർശിച്ചു. ഞാൻ അദ്ദേഹത്തെ കണ്ടു, പിന്നെ കുടുംബാംഗങ്ങളെ കണ്ടു, കാര്യങ്ങൾ ഡോക്ടർമാരുമായിട്ട് ചർച്ച ചെയ്തു. ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ഡോക്ടർമാർ പ്രതികരിക്കുന്നതാണെന്നല്ലോ, ഞാൻ പറയുന്നതല്ല. വൃക്കകളുടെ പ്രവർത്തനം തകരാറിലായതിനാൽ ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. അർദ്ധബോധാവസ്ഥയിലാണ് അദ്ദേഹം. അണുബാധയുണ്ടാകാതിരിക്കാൻ സന്ദർശകർക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. ന്യൂസ് 18 കൊച്ചി. US ആഭ്യന്തര സുരക്ഷാ സെക്രട്ടറി ക്രിസ്റ്റ്യൻ നീൽസൺ രാജിവെച്ചു. നീൽസൺ രാജിവെച്ച കാര്യം ട്രംപ് ട്വിറ്ററിലൂടെ അറിയിക്കുകയായിരുന്നു. ആക്ടിംഗ് സെക്രട്ടറിയായി കെവിൻ മക്കലീനെ നിയമിച്ചു. കുടിയേറ്റ നയം ശക്തമാക്കാനുള്ള ട്രംപിന്റെ നീക്കവുമായി സഹകരിക്കാത്തതാണ് രാജിയിലേക്ക് നയിച്ചത് എന്നാണ് വിലയിരുത്തൽ. ഇറാനിലെ വിപ്ലവ ഗാർഡുകളെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഭീകരതയെ സ്പോൺസർ ചെയ്യുന്ന രാജ്യമാണ് ഇറാൻ. വിപ്ലവ ഗാർഡുകൾ ഭീകരപ്രവർത്തനത്തിൽ പങ്കെടുക്കുകയും അതിനായി ധനസമാഹരണം നടത്തുകയും ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് നടപടിയെന്ന് ഡൊണാൾഡ് ട്രംപ് വിശദീകരിച്ചു. വിപ്ലവ ഗാർഡുകളുമായി ബന്ധപ്പെടുന്ന ബാങ്കുകളും മറ്റ് സ്ഥാപനങ്ങളും ഗുരുതര പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ മുന്നറിയിപ്പ് നൽകി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തെരേസ മേ ഇന്ന് ജർമ്മൻ ചാൻസലർ ആഞ്ചല മെർക്കലുമായും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായും ചർച്ച നടത്തും. ബെർലിനിലും പാരീസിലുമായാണ് കൂടിക്കാഴ്ച നടക്കുക. ബ്രെക്സിറ്റ് കാലാവധി നീട്ടുന്നതിന് ഇരുവരുടെയും സഹായം തേടുകയാണ് ലക്ഷ്യം. ജൂൺ 30 വരെ കാലാവധി നീട്ടി നൽകണമെന്ന മേയുടെ ആവശ്യത്തിൽ നാളെ ബ്രസൽസിൽ ചേരുന്ന ഉച്ചകോടിയാണ് അന്തിമ തീരുമാനം എടുക്കുക. തുർക്കി പ്രസിഡന്റ് എർദോഗനുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കൂടിക്കാഴ്ച നടത്തി. ക്രെംലിനിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയിൽ തുർക്കിക്ക് അത്യാധുനിക റഷ്യൻ മിസൈൽ നൽകുന്ന കാര്യവും ചർച്ചയായി. S-400 വ്യോമ പ്രതിരോധ മിസൈൽ വാങ്ങുന്നതിൽ അമേരിക്കയ്ക്കും നാറ്റോയ്ക്കും എതിർപ്പുണ്ട്. എർദോഗൻ ഈ വർഷം 3ാം തവണയാണ് പുടിനുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. വ്യോമാക്രമണം രൂക്ഷമായതിനെ തുടർന്ന് ലിബിയൻ തലസ്ഥാനമായ ട്രിപ്പോളിയിലെ ഏക വിമാനത്താവളവും അടച്ചു. മിറിഗ്രാറ്റിയിൽ നിന്നുള്ള വിമാന സർവീസുകൾ നിർത്തിവെച്ചതായി ലിബിയൻ എയർലൈൻസ് വ്യക്തമാക്കി. ട്രിപ്പോളി പിടിച്ചെടുക്കാനുള്ള വിമത നേതാവ് ജനറൽ ഖലീഫ ഗഫ്തറുടെ നേതൃത്വത്തിലുള്ള സൈനികർ പോരാട്ടം ശക്തമാക്കി. വ്യോമാക്രമണത്തിൽ ഇതുവരെ 40 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. 3000-ഓളം പേർ യുദ്ധമേഖലയിൽ നിന്ന് പലായനം ചെയ്തു. മലപ്പുറം മങ്കടയ്ക്കടുത്ത് പനങ്ങാൻകരയിൽ കാറും ലോറിയും കൂട്ടിമുട്ടി 2 മരണം. 3 പേരെ പരിക്കുകളോടെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അരക്കുപറമ്പ് സ്വദേശി ഹംസക്കുട്ടി, മകൻ 8 വയസ്സുള്ള ബാദുഷ എന്നിവരാണ് മരിച്ചത്. ഹംസക്കുട്ടിയുടെ ഭാര്യ റൈന, മക്കളായ ഹർഷാന, ഇഷാന എന്നിവരെയാണ് ആശുപത്രിയിൽ പ്രവേശിച്ചിട്ടുള്ളത്. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണെന്നാണ് വിവരം. വെടിക്കെട്ട് ദുരന്തം സൃഷ്ടിച്ച ആഘാതത്തിൽ നിന്നും കരകയറുകയാണ് പരവൂർ. 114 പേരുടെ ജീവനെടുത്ത വെടിക്കെട്ട് അപകടം നടന്ന 3ാം വർഷമാണ് പുറ്റിങ്ങൽ ദേവീക്ഷേത്രത്തിൽ ഉത്സവാഘോഷം സംഘടിപ്പിച്ചത്. കമ്പം, എടുപ്പുകുതിര തുടങ്ങിയവ ഒഴിവാക്കിയായിരുന്നു ഉത്സവ ആഘോഷം. പേരുടെ ജീവനെടുത്ത വെടിക്കെട്ട് അപകടത്തിന്റെ ആഘാതത്തിൽ നിന്ന് പരവൂർ പതിയെ തിരിച്ചു വരികയാണ്. കഴിഞ്ഞ 2 വർഷവും ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള ആചാരപരമായ ചടങ്ങുകൾ മാത്രമാണ് സംഘടിപ്പിച്ചത്. എന്നാൽ ഇത്തവണ ആഘോഷങ്ങൾ പഴയ രീതിയിലേക്ക് തിരികെ കൊണ്ടുവരാനാണ് ക്ഷേത്ര ഭരണസമിതി ശ്രമിച്ചത്. പരവൂർ പ്രദേശവാസികൾ അതിനൊപ്പം നിന്നു. വെടിക്കെട്ട്, എടുപ്പുകുതിര, നിരവധി ആനകളുടെ എഴുന്നള്ളിപ്പ് തുടങ്ങിയവ ഒഴിവാക്കി. 3 ആനകളെ മാത്രമാണ് ഇത്തവണ എഴുന്നള്ളിപ്പിന് ഉപയോഗിച്ചത്. വളരെ ദുഃഖത്തോടു കൂടി തന്നെയാണ് ഇപ്പോഴും നമ്മൾ നിൽക്കുന്നത്. എന്നാലും ജനങ്ങൾ പറയുന്നത് നമ്മൾ സംഭവിക്കേണ്ടത് സംഭവിച്ചു, ആ സംഭവത്തിലോട്ട് പോവാതെ നിന്ന് അടുത്ത കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതാണ് പൊതുജനത്തിന്റെ അഭിപ്രായം ചെയ്യുന്നത്. രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായിരുന്നു പുറ്റിങ്ങൽ ദേവീക്ഷേത്രത്തിലെ വെടിക്കെട്ട് അപകടം. 2016 ഏപ്രിൽ മാസം 10 പുലർച്ചെയായിരുന്നു അപകടം. 300-ലധികം പേർക്ക് പരിക്കേറ്റു. ക്ഷേത്രത്തിലെ കമ്പപ്പുരയിൽ തീപിടിച്ചായിരുന്നു അപകടം. ന്യൂസ് 18 കൊല്ലം. മറ്റ് തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ആശുപത്രി കിടക്കയിൽ കിടന്ന തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വന്ന ചാലക്കുടിയിലെ UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ ശനിയാഴ്ച മുതൽ പ്രചാരണം പുനരാരംഭിക്കും. അപ്രതീക്ഷിതമായി വീഴ്ത്തിയ ഹൃദയാഘാതത്തിൽ നിന്നും ബെന്നി ബെഹനാൻ മടങ്ങിയെത്തും വരെ മണ്ഡലത്തിലെ പ്രചാരണം നയിച്ചത് UDF MLA-മാരാണ്. പുറത്ത് പ്രചാരണം കത്തിക്കയറുമ്പോൾ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിലായിരുന്നു ബെന്നി ബെഹനാൻ. ഓർക്കാപ്പുറത്തെത്തിയ നെഞ്ചുവേദന, ഉടൻ ആശുപത്രിയിലേക്ക്, പിന്നെ ആൻജിയോപ്ലാസ്റ്റി. ഡോക്ടർമാർ നിർബന്ധിത വിശ്രമം കൽപ്പിച്ചതോടെ ഇതാദ്യമായി ഒരു തിരഞ്ഞെടുപ്പ് കാലത്ത് ബെന്നി ബെഹനാന് പ്രചാരണത്തിൽ ചേരാതെ മാറി നിൽക്കേണ്ടി വന്നു. അതിന്റെ ദുഃഖം അദ്ദേഹം മറച്ചുവെക്കുന്നില്ല. സാന്നിധ്യം അവിടെ
നിഴലിക്കാത്ത തലത്തിലാണ് അവരുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. ഞാൻ ആശുപത്രിയിലാണെങ്കിൽ എൻ്റെ മനസ്സും ചിന്തയും മുഴുവൻ ചാലക്കുടി വോട്ടർമാരോടൊപ്പമാണ്. സ്ഥാനാർത്ഥിയുടെ അഭാവത്തിൽ മണ്ഡലത്തിലെ UDF MLA-മാരുടെ നേതൃത്വത്തിലാണ് പ്രചാരണം നടന്നത്. എതിർ സ്ഥാനാർത്ഥി ഇന്നസെന്റ് അടക്കം രാഷ്ട്രീയ നേതാക്കളെല്ലാം ബെന്നിക്ക് സുഖാശംസകളുമായി ആശുപത്രിയിലെത്തി. ആരോഗ്യം വീണ്ടെടുത്തതിനാൽ ശനിയാഴ്ച മുതൽ പ്രചാരണത്തിനിറങ്ങാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. 13-ാം തീയതി വരെ ഇപ്പോൾ MLA-മാരുടെ നേതൃത്വത്തിലുള്ള പ്രചരണം നടക്കുകയാണ്. 13-ന് ശേഷം നിയമമണ്ഡലത്തിൽ എത്തിച്ചേരാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. ഹൃദയത്തിലെ ബ്ലോക്ക് നീങ്ങി. ഇനി ബ്ലോക്കായ പ്രചാരണം പുനരാരംഭിക്കാൻ ബെന്നി ബെഹനാൻ മണ്ഡലത്തിലേക്ക്. ന്യൂസ് 18 കൊച്ചി. എറണാകുളത്തെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി അണിയറയിലും അരകിലും ചുക്കാൻ പിടിക്കുന്നത് ഭാര്യമാരാണ്. ഹൈബീഡിന്റെയും പി രാജീവിന്റെയും അൽഫോൺസ് കണ്ണന്താനത്തിന്റെയും ഭാര്യമാരുടെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക്. ഹൈബീഡിന്റെ ജീവിതത്തിൽ അന്യ എത്തിയ ശേഷമുള്ള രണ്ടാമത്തെ തെരഞ്ഞെടുപ്പാണിത്. ഈ തെരഞ്ഞെടുപ്പിൽ പോസ്റ്റർ തയ്യാറാക്കുന്നത് മുതൽ പ്രചരണം വരെ എല്ലാത്തിലും അന്നയുടെ കൈയുണ്ട്. LLB പരീക്ഷയുടെ തിരക്കിനിടയിലാണ് അന്നയ്ക്ക് തെരഞ്ഞെടുപ്പ് ചൂട് തലയിൽ കയറിയിരിക്കുന്നത്. വലിയൊരു ഏരിയ അല്ലേ, 7 അസംബ്ലി കോൺസ്റ്റിറ്റ്യൂൻസി ആണല്ലോ എറണാകുളം പാർലമെന്റ്. അപ്പൊ ഹൈബിക്ക് പേഴ്സണലി എത്താൻ പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ ഞാൻ അതിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്നുള്ളതാണ്. കോളേജ് അധ്യാപികയായ വാണി കേസരിക്ക് രാജീവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ നിയമം അനുവദിക്കുന്നില്ല. എങ്കിലും വാണിയും കുട്ടികളുമാണ് പി രാജീവിന്റെ കരുത്ത്. രാജീവേട്ടൻ വരുമ്പോൾ തന്നെ 11:30 ഒക്കെ ആവുമല്ലോ. അപ്പോൾ പിന്നെ കുളിച്ച് ഒരു ഉപ്പുവെള്ളത്തിൽ കുറച്ച് ഇതില്ലേ പുളിയിലയിട്ട് ഉപ്പും കല്ലുപ്പും ഇട്ട് ഇതിൽ കാലിറക്കി വെക്കും. ഒരേ നിപ്പാണല്ലോ. ട്രോളുകളെ ഭയന്ന് അല്പം കരുതലോടെയാണെങ്കിലും ഷീല കണ്ണന്താനം പ്രചരണ രംഗത്ത് സ്ഥാനാർത്ഥികളെ പോലെ തന്നെ സജീവമാണ്. 37 വർഷത്തെ അനുഭവത്തെ മുൻനിർത്തി ഷീല പറയുന്നു, നിങ്ങൾക്ക് കണ്ണന്താനത്തെ വിശ്വസിക്കാം. മനുഷ്യർക്ക് വേണ്ടി പുള്ളി 37 വർഷം ചെയ്ത കാര്യങ്ങളാണ്, വാഗ്ദാനങ്ങളല്ല. അപ്പൊ ഇത്രയും ചെയ്യാവുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും എറണാകുളംകാരുടെ പ്രശ്നങ്ങൾക്ക് കൂടെ ഉണ്ടാകും എന്നുള്ളൊരു ഉറപ്പ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ പറയുന്നത്. എല്ലാ സ്ഥാനാർത്ഥികളുടെയും ഭാര്യമാർ ഇനി ഉറക്കമില്ലാത്ത, അവർക്ക് ഈ തെരഞ്ഞെടുപ്പ് തീരുന്നതുവരെ ഉറക്കമില്ലാത്ത ദിനങ്ങളാണ്. ക്യാമറമാൻ മനോജ് കുമാറിനൊപ്പം എൻ ശ്രീനാഥ്, ന്യൂസ് 18 കൊച്ചി. പാലക്കാട് UDF പ്രചാരണം വളരെ പിന്നിലാണെന്ന ആക്ഷേപം വ്യാപകമായതോടെ പ്രശ്നപരിഹാരത്തിന് KPCC പ്രസിഡന്റ് നേരിട്ടെത്തി. വയനാട്ടിലെ പരിപാടികൾ റദ്ദു ചെയ്താണ് മുല്ലപ്പള്ളി നേരിട്ടെത്തി ജില്ലാ നേതാക്കളുമായി ചർച്ച നടത്തിയത്. ഭിന്നതകൾ മാറ്റിവെച്ച് പ്രവർത്തനം ഊർജിതമാക്കാനാണ് ജില്ലാ നേതാക്കൾക്കുള്ള നിർദ്ദേശം. സംസ്ഥാനം മുഴുവനും രാഹുൽ തരംഗമുണ്ടാവുമെന്ന കോൺഗ്രസിന്റെ അവകാശവാദത്തിനിടെയാണ് പാലക്കാട് UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ സംസ്ഥാന നേതൃത്വം കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചത്. കോൺഗ്രസിന്റെ ജില്ലാ നേതാക്കൾ തമ്മിൽ കൃത്യമായ ആശയവിനിമയം നടക്കുന്നില്ലെന്നും ഘടകകക്ഷിയുടെ ജില്ലാ നേതാക്കളെ പരിഗണിക്കുന്നില്ലെന്നുമാണ് ആരോപണം. പാലക്കാട് LDFും NDAയും തമ്മിലാണ് മത്സരമെന്ന പ്രചാരണം BJPയും ശക്തമാക്കി. ഇതേ തുടർന്നാണ് വയനാട്ടിലെ പരിപാടികൾ റദ്ദ് ചെയ്ത് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പാലക്കാട്ടെത്തി ജില്ലാ നേതാക്കളുമായി ചർച്ച നടത്തിയത്. ഈ വാർത്ത കണ്ടതുകൊണ്ട് ഞാനിവിടെ ഓടിയെത്തിയിരിക്കുന്നു. അതല്ല എന്നെനിക്ക് ബോധ്യപ്പെടുകയുണ്ടായി. ഷൊർണൂർ, ഒറ്റപ്പാലം, മലമ്പുഴ നിയമസഭാ മണ്ഡലങ്ങളിലെ പ്രവർത്തനം മോശമാണെന്നാണ് വിലയിരുത്തൽ. ഇവിടങ്ങളിൽ പ്രചാരണം ശക്തമാക്കണമെന്ന് മുല്ലപ്പള്ളി നിർദ്ദേശം നൽകി. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളിലെ ജില്ലാ നേതാക്കളും പ്രവർത്തനത്തിലെ അതൃപ്തി മുല്ലപ്പള്ളിയോട് പറഞ്ഞു. താൽക്കാലിക പരിഹാരമായെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ പ്രതീക്ഷ. ന്യൂസ് 18 പാലക്കാട്. 2 മുൻ MPമാർ തമ്മിലുള്ള മത്സരമാണ് തെലങ്കാനയിലെ ഖമ്മം മണ്ഡലത്തിൽ. മണ്ഡലം തിരിച്ചുപിടിക്കാൻ മുൻ കേന്ദ്രമന്ത്രിയും തീപ്പൊരി നേതാവുമായ രേണുക ചൌധരിയാണ് കോൺഗ്രസ് ഇറക്കിയിരിക്കുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ടുമുൻപ് TDP വിട്ടെത്തിയ നമ നാഗേശ്വര റാവുവാണ് TRS സ്ഥാനാർത്ഥി. കോൺഗ്രസിന് നല്ല വളക്കൂറുള്ള മണ്ണായിരുന്നു ആന്ധ്ര അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഖമ്മം. എന്നാൽ ആന്ധ്ര വിഭജനത്തോടെ കരുത്തു കുറഞ്ഞു. പഴയ പ്രതാപം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 1999-ലും 2004-ലും മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച മുൻ കേന്ദ്രമന്ത്രി രേണുക ചൌധരിയെ തന്നെ കോൺഗ്രസ് കളത്തിലിറക്കിയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഖമ്മം ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 3 സീറ്റ് കോൺഗ്രസിനും 2 സീറ്റിൽ വിജയം സഖ്യമായി മത്സരിച്ച TDPക്കുമായിരുന്നു. TRSന്റെ പ്രകടനം 1 സീറ്റിൽ ഒതുങ്ങി. ഇതാണ് കോൺഗ്രസിന് ആത്മവിശ്വാസം നൽകുന്ന പ്രധാന ഘടകം. കാർഷിക മേഖല, പ്രത്യേകിച്ച് മുളക് കർഷകർ നിർണായകമായ ഖമ്മം മണ്ഡലത്തിൽ കാർഷിക വിഷയങ്ങൾ ഉയർത്തിയാണ് രേണുക ചൌധരി വോട്ട് തേടുന്നത്. തെലങ്കാനയിൽ TDP ഇത്തവണ മത്സരിക്കാത്തത് అనుకూలమాగుమన్న ప్రతీక్షയും కాంగ్రెస్నుంది. ఖమ్మం జిల్లాలో బయ్యారం స్టీల్ ప్లాంట్ ఏమైంది? ఇవాళ కృతజ్ఞతలు
మీకందరికీ తెలుసు నీ అంత ప్రభుత్వంలో ఇవాల్టి రోజు ఆడు చెప్పే సొల్లు కబుర్లకి వాస్తవానికి ఇక్కడ ప్రజలకి జీతాలు ఇవ్వటం లేదు. മാർച്ച് മാസം അവസാനം TDP വിട്ട് TRS എത്തിയ നമനാഗേശ്വര റാവു ആണ് മുഖ്യ എതിരാളി. 2009 രേണുക ചൗധരിയെ തോൽപ്പിച്ച ചരിത്രമുണ്ട് നാഗേശ്വര റാവുവിന്. 2014 പക്ഷേ ജനവിധി നേടിയെങ്കിലും തോറ്റു. കഴിഞ്ഞ തവണ ജയിച്ചത് YSR കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന P ശ്രീനിവാസ് റെഡ്ഡിയായിരുന്നു. എന്നാൽ റെഡ്ഡി പിന്നീട് TRSൽ ചേക്കേറി. ഇത്തവണ రెడ్డికి సీటు నిషేధించాണ് నాగేశ్వర రావుని TRS കളത്തിലിറക്കിയിരിക്കുന്നത്. ఎక్కడ పోయినా కూడా ప్రజలు ఆదరిస్తున్నారు. ముఖ్యంగా కనుక చూసినట్టయితే గత 5 సంవత్సరాలలో TRS చేసినటువంటి అభివృద్ధి కార్యక్రమాలు, సంక్షేమ పథకాలు. ഇടതു പാർട്ടികൾക്കും വലിയ സ്വാധീനമുണ്ട് ഖമ്മം മണ്ഡലത്തിൽ. ഒരു തവണ CPMഉം ഒരു തവണ CPIയും മണ്ഡലത്തിൽ വിജയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ CPI 1,80,000-ലധികം വോട്ട് നേടി. ഇത്തവണ CPM ആണ് മത്സരരംഗത്ത്. B വെങ്കട്ടാണ് സ്ഥാനാർത്ഥി. BJPയുടെ വാസുദേവ റാവു, ജനസേനയുടെ N സത്യനാരായണ തുടങ്ങിയവരും മത്സരരംഗത്തുണ്ട്. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18.